ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടൊന്നുമല്ല, ഇന്നൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങളെ ബ്ലാങ്കറ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ വീഡിയോസിലും കാണുന്നതല്ല, കിടക്കയിൽ ഇങ്ങനെ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊന്ന് കഴുകിയിട്ടില്ലെങ്കിൽ ഒരു നിറം ഉണ്ടാവില്ല കേട്ടോ, പിന്നെ അതിനൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനൊന്നും ഇല്ലെങ്കിലും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കിത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് കഴുകിയെടുക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യലുള്ളത്. അപ്പോൾ ഇവിടെ പുറത്തെ കുളി റൂം ആരും വല്ലാതെ യൂസ് ചെയ്യലില്ല കേട്ടോ. അമ്മ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിക്കലുള്ളത്. വല്ലപ്പോഴും എല്ലാവരും ഇങ്ങനെ കുളിക്കലുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചെയ്തെടുക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ബാത്റൂം ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. നമ്മൾ സോപ്പും പൊടി വെച്ചിട്ടോ ഇല്ലെങ്കിൽ എന്താണോ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കൽ അത് വെച്ചിട്ട്. അപ്പം ഞാനിവിടെ സബീന പൊടി എന്ന് പറയും, ആ ഒരു പൊടി വെച്ചിട്ടാണ് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യലുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണ ഒന്ന് ചൂലുകൊണ്ട് ഏതായാലും കയറിയതല്ലേ, മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാന്തിപ്പണീൻ്റെ ഭാഗമായിട്ട് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ പണികളാവൂലേ. ഇപ്പോൾ ഇവിടെയും തന്നെ 2-3 ദിവസമായിട്ട് നല്ല പണികൾ തന്നെയാണ്. രാവിലെ നേരം വെളുത്താൽ പിന്നെ വൈകുന്നേരം ആവണത് അറിയലേ ഇല്ല കേട്ടോ. സമയം അങ്ങനെ പോവും, ഓരോ പണികൾ അങ്ങനെ ഉണ്ടാവും. മാലിടണമെന്നും ഇല്ലെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, എന്നാലും നമുക്കിത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടല്ലേ. അപ്പോൾ ഇതാക്കണേ ഞാൻ ആ സബീന പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് എപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെയാണ് കിടക്കുന്നതും. പിന്നെ ഇതിന് ഇവിടെ ഒരു വെള്ളം പോകാനൊരു ഹോൾസ് ഇല്ലേ, അപ്പോൾ ആ ഒരു ഓട്ടം ഞാൻ ഇതുപോലെ കവർ വെച്ചിട്ടൊന്ന് അടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ശരിക്കാണെങ്കിൽ ഒരു കവറിൻ്റെ ഉള്ളിൽ കുറേ കവറാക്കിയിട്ട് അടച്ചാൽ മതിയായിരുന്നു. ഞാൻ പൊട്ടപ്പണി കാട്ടിയിട്ട് ഓരോ കവർ അങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ അതേതായാലും അവിടെ ആ ഹോളൊന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കണേ വെള്ളം അതേപോലെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം അതുപോലെ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിറയട്ടെ കേട്ടോ, എന്നിട്ടാണ് ഇതിൽ ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണോലും ഉണ്ടാവില്ലേ, ചിലർ സിറ്റ് ഔട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യും. അപ്പോൾ ഇതാക്കണം നമ്മൾ സ്ഥിരമായിട്ട് വിരിക്കണതാണിത്. ഇടയ്ക്ക് ഞാനിത് എടുത്ത് വെക്കലുണ്ട് കേട്ടോ. നന്ദുവിന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കിടക്കണത്. അപ്പോൾ ഇതിൽ ഇന്നലെ ചെറുതായിട്ടൊന്ന് മൂത്രമൊഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പനിയാണെന്ന് പറഞ്ഞില്ലേ, പനിയുള്ള ആ സമയത്തൊക്കെ ഇടയ്ക്കൊന്ന് മൂത്രമൊഴിക്കും കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ കുളിമുറിയിൽ നല്ലോണം വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ആ വെള്ളത്തിൽ സോപ്പും പൊടി ഇട്ടിട്ട് നന്നായിട്ടുണ്ട് പതപ്പിക്കുക കേട്ടോ. നമ്മൾ സാധാരണ ബക്കറ്റിലും ചെമ്പിലൊക്കെ ആണെങ്കിൽ ചെയ്യൂല, അതേപോലെ ഇതിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയതല്ലേ. അപ്പോൾ അതിൽ നന്നായിട്ടുണ്ട് പതപ്പിക്കുക. വെള്ളം ഒട്ടും പോകില്ല കേട്ടോ പുറത്തേക്ക്. നല്ലോണം അടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ബ്ലാങ്കറ്റ് നല്ലോണം തിരിച്ചും മറച്ചു വിട്ടിട്ട് 2 ഭാഗം ഒന്ന് നനച്ചെടുക്കുക. പിന്നെ നല്ലോണം ഒന്ന് വിരുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് സമയമായിട്ട് വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഇതൊന്ന് ചളി നല്ലോണം ഇളകി വരും. ഇപ്പം കണ്ടില്ലേ, നല്ലോണം ചളി ഇളകിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടി അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നല്ലോണം ഒന്ന് ചവിട്ടി കൊടുക്കണം കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഓല കൊണ്ടൊന്ന് ചാടി കളിപ്പിക്കുകയൊക്കെ ചെയ്താൽ മതി. പിന്നെ കളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, സോപ്പും പൊടിയല്ലേ, തലയടിച്ച് വീഴാനൊക്കെ സാധ്യത ഉണ്ട്. നമ്മൾ വലിയവരാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇതേപോലെ നല്ലോണം കുറച്ച് സമയം ചവിട്ടി മതിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെയും കുറച്ച് നേരം കൂടി അവിടെ വെള്ളത്തിലൊന്ന് പുതരട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല ചളിയുണ്ട് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടുണ്ടാവും ഇത് തിരുമ്പിയിട്ട്. അപ്പോൾ ഇതാക്കണേ, ഏതായാലും മൂത്രമൊഴിച്ചാലേ. അപ്പോൾ ഏട്ടനും ഇവിടെ ഉണ്ട്, കിടക്കൊന്ന് വെയിലത്തിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കൊക്കെ ഒന്ന് വെയിലത്തിടണം, നല്ലതാണ്. ഇന്നിപ്പോൾ മൂത്രമൊഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇന്ന് ഈ കിടക്ക വെയിലത്തിടുന്നത്. അപ്പോൾ ഓനും കൂടി ഒന്നായിട്ട് വേണം കിടക്കൊക്കെ ഒന്ന് മാറ്റാൻ. ഇനിയിപ്പോൾ ഓനും കൂടി ആവാതെ പറഞ്ഞിട്ട് കാര്യമില്ല. മൂത്രമൊഴിക്കലൊക്കെ നിർത്തിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷീറ്റൊക്കെ ഒഴിവാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷീറ്റ് ഇനിയും വാങ്ങേണ്ടി വരുന്നതാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു 2 സ്റ്റൂളൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ്ട് മുറ്റത്ത് നല്ല വെയിലുള്ളിടത്ത് ആ കിടക്കുന്ന വെയിലുള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഫുള്ള് ക്ലീനിങ് ആണ് പറഞ്ഞില്ലേ. അടുക്കളയത്തെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ ഇതിനൊക്കെ നിന്നിട്ടുള്ളത്. എന്നാലുള്ളൊരു സമാധാനം ഉണ്ടാവും എടുക്കാനില്ലെങ്കിൽ പിന്നെ രണ്ടും കൂടി ആകുമ്പോഴത്തേന് ഏതേതും നടക്കാത്ത പോലെയും. അപ്പം ഞാനിവിടെ ഓരോന്ന് ചെയ്യണ കണ്ടപ്പോൾ നന്ദു വന്നാണ്ട് ഇതാക്കണം, അവൻ്റെ ബാഗും കൂടിയും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാ സംഭവങ്ങളും അവൻ തന്നെ പൊറുക്കി വെച്ചിട്ട് എനിക്കിവിടെ കൊണ്ടുവന്ന് തരും. ഞാൻ ഇവിടെ തിരുമ്പാൻ പുറപ്പെടുന്നു. അപ്പോഴാണ് അമ്മ അതും കൂടി ഒന്ന് തിരുമ്പി തരും. ഇന്നലെ അമ്മ ഏട്ടൻ്റെ ബാഗ് തിരുമ്പി കൊടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ അത്യാവശ്യം ചളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ കഴുകി കൊടുക്കണതാണ്. ഇപ്പോൾ കുറച്ചായി കഴുകിയിട്ട് ഞാൻ ഊട്ടീൻ്റെ ബാഗും കൂടി ഉണ്ട് കഴുകാൻ. കണ്ണൻ്റെ പിന്നെ ഇന്നലെ കഴുകിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതുണ്ട് കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ ആ ബാഗും കൂടി ഒന്ന് കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സ്കൂളിലേക്കൊന്നും പോകണ്ടല്ലോ, പനിയല്ലേ. പനി കുറവുണ്ട് കേട്ടോ, ഡോക്ടറെ കാണിച്ചിട്ട് കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാക്കണേ, ആദ്യത്തെ ബ്ലാങ്കറ്റ് ചവിട്ടി മെതിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും ചളിയുണ്ട്.
അപ്പോൾ ആ കവർ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചപ്പോൾ ഒരു പൊട്ടപ്പണി ആയി അറിഞ്ഞില്ലേ. അപ്പോൾ അത് തോണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വടിയൊക്കെ കൊണ്ടുപോയത്. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് വിട്ടു. അതിന് ശേഷം വീണ്ടും വെള്ളം നിറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുവരെ ഞാൻ അതിന്മേൽ നല്ലോണം ചവിട്ടി അമർത്തി. അനുമോളും കാണാനൊക്കെ ഉണ്ടെങ്കിലേ ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുമ്പോൾ ചാടി കളിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. നല്ലോണം ചളി പോയിക്കോളും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ചളി ഞാൻ അവിടെ തുറന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും അത് അടച്ചു കൊടുത്തു. പിന്നെയും വെള്ളം തുറന്ന് വെച്ചു കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഒരു 3-4 തവണയെങ്കിലും ഞാൻ ഇതേ രീതിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം കൂടിയും ആ വെള്ളത്തിലൊന്ന് കിടക്കട്ടെ വിചാരിച്ചിട്ട് ഇവിടെ തിരുമ്പാൻ കുറച്ച് സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് തിരുമ്പിയെടുക്കുകയാണ്. ഇന്നിപ്പോൾ 2 ട്രിപ്പ് എന്താ പറയുക വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 3ാമതും കൂടിയും അതിലിട്ട് കൊടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കല്ലുമ്മ തിരുമ്പിയെടുക്കുകയാണ്. അപ്പോൾ സോപ്പും പൊടി ഉണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കനല്ലാത്ത വിരിപ്പൊക്കെ തിരുമ്പാനും സുഖമാണ് പറഞ്ഞില്ലേ. അപ്പോൾ അത് കുറേ സമയം ഞാൻ സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിരുന്നു. പിന്നെ അടിച്ച് തിരുമ്പി പിന്നെ ഇതാ നല്ലോണം ഒന്ന് കുത്തിയൊലുമ്പി പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. വെയിൽ പോണതിൻ്റെ മുന്നേ തുടങ്ങി കിട്ടുകയാണെങ്കിൽ സുഖമായില്ലേ വിചാരിച്ചിട്ട് വേഗം തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ബ്ലാങ്കറ്റിൻ്റെ അടുത്തും പോയി നോക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ പറ്റൂല. അത് കുറച്ച് സമയമൊക്കെ പുതർന്നാൽ മാത്രമേ ഉള്ളൂ അതൊന്ന് നല്ലോണം ചളിയൊക്കെ ഇറങ്ങി വരുള്ളൂ. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യത്തെ ചളിയാണ് ഇട്ടത്. അത്യാവശ്യം എന്നാലും നല്ല ചളിയുണ്ട്. ഈ മക്കൾ ഇങ്ങനെ കയറി ഇറങ്ങണതല്ലേ. നമ്മൾ വലിയൊരു മാത്രമാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കും. പക്ഷെ പിന്നെ അത് എപ്പോഴും തിരുമ്പുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പിന്നെ നമ്മളെ വാഷിംഗ് മെഷീനിൽ ഈ ഒരു സാധനം പോകില്ല കേട്ടോ. ഭയങ്കര വെയിറ്റാണ്. ഇത് നനയാതെ തന്നെ 3 കിലോൻ്റെ മേലെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ നനയൂടെയും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും വേണ്ടല്ലോ. നമ്മളെ മെഷീനിൽ എന്ന് പറഞ്ഞാൽ ഒരു 6.5-7 കിലോ മാത്രമേ പോവുള്ളൂ. അപ്പോൾ അതിലേറെ ഉണ്ടാവും ഇത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാക്കണേ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒരു സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് പിടിച്ച് വെക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു വട്ടം പിടിച്ച് വെച്ചപ്പോൾ അത് താൻ അങ്ങോട്ട് തന്നെ കൊഴിഞ്ഞാടി. ശരിക്കാണെങ്കിൽ 2 ആളൊക്കെ വേണം. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 2 ആളൊന്നും വേണ്ട കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ വലിയ ചെമ്പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സോപ്പും പൊടി കലക്കിയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ വലിയൊരു ചെമ്പ് ഉണ്ട്. പക്ഷേ എങ്കിൽ അത് എടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഒന്നും കൂടി സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വിരുത്തിയിട്ടിട്ട് അങ്ങനെ ചെയ്യാനും നല്ല സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ബ്ലാങ്കറ്റൊക്കെ തിരുമ്പാൻ മല്ലാണെന്നൊന്നും വിചാരിക്കേണ്ട, സുഖം തന്നെയാണ് കേട്ടോ. ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ സുഖമാണ്. വല്ലാതെ നമുക്ക് എന്താ പറയുക മേലിളകണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഏതായാലും ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ വെച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് തോരട്ടത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ പണികളുണ്ടായിരുന്നു. അകത്ത് ഓരോ റൂമുകളും തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. ജനലും വാതിലൊക്കെ തുടയ്ക്കലും. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കുറേ അങ്ങനെ ചെയ്യണ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊരു മടുപ്പുമായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ എടുക്കലും ഇത് ചെയ്യലും ഒക്കെ കൂടി ആകുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു മടുപ്പ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 2 റൂമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളെ റൂമും കണ്ണൻ്റെ റൂമും ജനലും വാതിലും കട്ടിലൊക്കെ തുടച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ. ഇനി ഈ 2 വെച്ചിട്ടേ ചെയ്യുള്ളൂ, അല്ലാതെ കഴിയൂല. മൊത്തത്തിൽ അങ്ങോട്ട് ശരിയാക്കുമ്പോഴത്തേന് ഈ വാതിലും കട്ടിലും ഒക്കെ അങ്ങോട്ട് കഴുകി തുടച്ചാകുമ്പോഴത്തേന് കുറേ നേരമാവും. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം 6 മണി 6:30 ആവാനായിട്ടുണ്ട്. തുടക്കലെത്തിയപ്പോട്ടോ. ഈ തുടയും കൂടിയും കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ രാവിലെ കുളിച്ചതാണ്. എന്നാലും കുളിച്ചിട്ടൊന്നും കാര്യമില്ല ഇങ്ങനത്തെ പണിയുള്ള ദിവസം. എന്നാലും കുളിച്ചാലുള്ളൂ നമുക്ക് പണിയെടുക്കാനൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. അത് വിചാരിച്ചിട്ടാണ് രാവിലെ ആ കുളിയാണ്ട് കഴിക്കുന്നത്. അടുക്കള തുടയ്ക്കുമ്പോൾ പിന്നെ 2 പ്രാവശ്യം തുടച്ചാലുള്ളൊരു സമാധാനം കിട്ടട്ടോ. ഇവിടെ അല്ലേ നമുക്ക് കൂടുതലായിട്ട് പരിക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 പ്രാവശ്യം മുക്കിപ്പിഴിഞ്ഞ് തുടയ്ക്കും കേട്ടോ. പിന്നെ തട്ടിയടിക്കണൊക്കെ ദിവസം എല്ലായിടവും 2-3 പ്രാവശ്യമൊക്കെ തുടയ്ക്കും. സാധാരണയാകുമ്പോൾ ഓരോ പ്രാവശ്യമേ തുടയ്ക്കുള്ളൂ. അപ്പോൾ ആ തുടയ്ക്കലും കൂടിയും കഴിഞ്ഞ് വൈകുന്നേരമാണ് ഞാനിതിവിടെ തോരട്ടത്. അപ്പോഴും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അഴക്കിയമ്മലൊന്നും കൊണ്ടുവന്നിടാൻ പറ്റൂല. അഴക്കി അങ്ങോട്ട് കൂട്ടുള്ളൂ. അപ്പോൾ ഏട്ടനെയും കൂടിയും കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടു. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ അതിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കണത്. അപ്പോൾ നല്ലോണം വൃത്തിയായിട്ടുണ്ട്. എന്താ പറയുക, നല്ലോണം കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ബ്ലാങ്കറ്റൊക്കെ തിരുമ്പുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയായിട്ട് തോന്നൂലേ. പക്ഷേങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്നും വേണ്ട ബ്ലാങ്കറ്റൊന്നും തിരുമ്പാൻ. അല്ലെങ്കിലും ഇതേപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു. എന്നിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് പറയുകൊണ്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്